CPM ഒരു തരത്തിലും PP ദിവ്യയ്ക്ക് സഹായം കൊടുത്തിട്ടില്ല. അങ്ങനെ സഹായം കൊടുത്തിരുന്നെങ്കിൽ ദിവ്യ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വരില്ലായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. PP ദിവ്യ അറസ്റ്റിലായി, PP ദിവ്യ റിമാൻഡിൽ കഴിഞ്ഞു. തുടർന്ന് ജാമ്യത്തിൽ പുറത്തു വരികയാണുണ്ടായത്. അന്വേഷണം നടക്കുന്നു, കുറ്റപത്രം കൊടുക്കും. ഈ കാര്യത്തിൽ നീതിപൂർവകമായ അന്വേഷണമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് സംസ്ഥാന സർക്കാരും ഭരിക്കുന്ന പാർട്ടിയും അവകാശപ്പെടുമ്പോൾ എന്താണ് കോൺഗ്രസിന് തോന്നുന്നത്? ശ്രീ അഭിലാഷേ, ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഉണ്ടായ നാടുവഴികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ PP ദിവ്യയെ ഏതെല്ലാം സമയത്ത് ഈ പാർട്ടിയും സർക്കാരും സംരക്ഷിച്ചു എന്നത് നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം തന്നെ വളരെ പെട്ടെന്ന് അൺകിഡ്സ് നടപടികൾ പൂർത്തിയാക്കിയത്. ആത്മഹത്യ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം വളരെ വേഗത്തിലാണ് നടത്തിയത്. അവരുടെ കുടുംബത്തിന് അല്ലെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് അവിടെ ഈ രണ്ട് ഘട്ടത്തിൽ വരാനുള്ള സാഹചര്യം പോലീസോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരോ നടത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. അതിനുശേഷം ഇന്ന് ഇങ്ങോട്ട് ഈ പ്രതിയായുള്ള ദിവ്യയെ ഏതെല്ലാം ഘട്ടത്തിൽ സംരക്ഷിച്ചു, ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ആ സമയത്ത് അവരെ ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവെടുക്കാനോ അന്നത്തെ പോലീസ് തയ്യാറായിട്ടില്ല. അവരുടെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിനകത്ത് വന്ന് രാജിവെച്ച് പോലീസ് കമ്മീഷണറുടെയും ACPയുടെയും ടൗൺ സ്റ്റേഷന്റെയും മുന്നിലൂടെയാണ് അവർ പോയത്. അവരെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ആ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. കോടതിയിൽ പോകാൻ അവസരം കൊടുത്തു. കോടതിയുടെ ജാമ്യ ഹർജി തീർപ്പാവട്ടെ എന്ന സമയം വരെ കാത്തുനിന്നു. ആര്? പോലീസ്. എങ്ങനെയാ കാത്തുനിന്നത്? പോലീസിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ മുകളിൽ നിന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം ഉണ്ടാവും. പാർട്ടിയുടെയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉൾപ്പെടെയുള്ള ആളുകളുടെ വളരെ കൃത്യമായ രൂപത്തിലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ആ ഘട്ടത്തിലൊന്നും ചോദ്യം ചെയ്യാഞ്ഞത്. പിന്നെയോ കോടതി അവരുടെ ജാമ്യം തള്ളിയപ്പോൾ സ്വാഭാവികമായും ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം തള്ളിയ പിന്നെ ഹൈക്കോടതിയിൽ പോയാൽ ഇതിനേക്കാളും വലിയ അടി കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചാണ് ദിവ്യ കീഴടങ്ങേണ്ടി വന്നത്. കീഴടങ്ങി അറസ്റ്റ് ചെയ്തല്ല, അതിന്റെ ജാമ്യ ഹർജിയുടെ പരിഗണിക്കുന്നത് തലേ ദിവസമാണ് SIT രൂപീകരിച്ചത്. ആരെ SIT രൂപീകരിച്ചത്? സിറ്റി പോലീസ് കമ്മീഷണറാണ്, ACP ആണ്. അതിന്റെ കേസ് അന്വേഷിച്ച് കലക്ടറെ പോലും ചോദ്യം ചെയ്യാൻ പോയ കണ്ണൂർ ടൗൺ CI ആണ്. ഇവരെ തന്നെയാണ് ഈ അന്വേഷണ ഏജൻസി. ആ അന്വേഷണ ഏജൻസി ഈ ഒരു മിനിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ദിവ്യയെ അറസ്റ്റ് നാടകം നടത്താൻ ACP തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ആരെയും കാണിക്കാതെ നിങ്ങളുടെ മാധ്യമപ്രവർത്തകന്മാരെ ഒരു തരത്തിൽ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ട് എന്ന് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ വിഡ്ഢികളാക്കിക്കൊണ്ട് ACP പത്രസമ്മേളനം നടത്തില്ല, പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പത്രസമ്മേളനം നടത്തുക, ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്ന് പറയാ. എന്നിട്ട് വളരെ വളരെ രഹസ്യമായി അവരെ കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. എന്നിട്ട് പാർട്ടി സംരക്ഷിച്ചില്ല എന്ന് ഇദ്ദേഹം പറയുന്നു. എന്തേ സംരക്ഷിക്കാഞ്ഞത്? അവര് ഗോവിന്ദ മാഷ് അവരുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ പിന്തുണ പറഞ്ഞു. പക്ഷേ ആ ജയിലിലേക്ക് പോയതാരാ? MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമല ടീച്ചറല്ലേ? CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവുമല്ലേ? സുകന്യ ടീച്ചർ, ജെയിംസ് മാത്യുവിന്റെ ഭാര്യ CPM കണ്ണൂർ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവല്ലേ? അതോടൊപ്പം CPM നേതാക്കന്മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവിടെ പോയില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ ഇരയോടൊപ്പം നിങ്ങൾ വേട്ടക്കാരന്റെ ഒപ്പം ഓടുകയും നിൽക്കുകയും ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരന്റെ കൂടി ഓടുകയും ചെയ്യുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? ആ ഘട്ടത്തിൽ ശ്യാമല ടീച്ചർക്ക് അവിടെ പോകാം. കാരണം എന്താ? സാജൻ പാറയിൽ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു ശ്യാമല ടീച്ചറുടെ ഈ ഇടപെടൽ മൂലം ആത്മഹത്യ ചെയ്തില്ല. ഈനാം വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടുക എന്ന് പറയുന്ന പോലെയല്ലേ അവിടെ ശ്യാമല ടീച്ചർ ഈ ദിവ്യയെ കാണാൻ ജയിലിൽ പോയത്? നിങ്ങൾ പാർട്ടി സംരക്ഷണം ഒരുക്കിയില്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ്, വിഡ്ഢികളൊന്നുമല്ല. അതിനുശേഷം ഇങ്ങോട്ട് ഈ SITയുടെ അന്വേഷണം എവിടെ എത്തി? ഇന്ന് കോടതിക്കകത്ത് പ്രോസിക്യൂഷന്റെ ഭാഗമായി പറഞ്ഞെന്താ? കലക്ടറുടെയും അതോടൊപ്പം പ്രശാന്തന്റെയും ഫോൺ പരിശോധിക്കണം എന്നാ പറഞ്ഞത്. പരിശോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? അവരുടെ രഹസ്യമായ കാര്യങ്ങൾ പുറത്തു വരാൻ പാടില്ല. അതുകൊണ്ട് അവർ ഈ കേസിനകത്ത് പ്രതികളല്ല, അതുകൊണ്ട് അവർ സ്വകാര്യത സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോസിക്യൂഷൻ ഇതിനെതിരായ നിലപാടല്ലേ സ്വീകരിച്ചത്. അപ്പൊ കലക്ടർ അതിനകത്ത് കൃത്യമായ റോളില്ലേ? ഈ പ്രശാന്തനുമായി ബന്ധപ്പെട്ട വിഷയം വ്യാജ പരാതി കൊടുത്തു, അങ്ങോട്ടുള്ള സമയത്ത് ഓരോന്നായി ചർച്ച ചെയ്തു പോവാം. പല വിഷയങ്ങളുണ്ട്. സാധിച്ചിട്ടുണ്ടോ?